യൂസിൽ തന്നെ നിങ്ങളുടെ മുഖത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റുന്ന ഒരു പാക്ക് പറഞ്ഞു തരട്ടെ. ഞാനും ഇത് ആദ്യം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ മക്കളെ അടിപൊളിയാണ്. ഇത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒരു മുട്ടയും കാപ്പിപ്പൊടിയും ടിഷ്യൂ പേപ്പറും, ഇത് മാത്രമേ ഉള്ളൂ. ഈ 3 ഇൻഗ്രീഡിയൻസ് നമ്മളെ വീട്ടിൽ എന്തായാലും കാണും. ടിഷ്യൂ പേപ്പർ ഇല്ലാത്തവർ അതൊന്ന് മാത്രം വാങ്ങിയാൽ മതി. ഞാൻ മുട്ടയുടെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒരു ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് താത്ത് കൊടുക്കുമ്പം വെള്ളം മാത്രമേ ഇഞ്ഞ് പോന്നോളും. അത് മാത്രമേ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് മഞ്ഞേന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റാത്തവർക്കുണ്ടെങ്കിൽ അത് അങ്ങനെയൊന്ന് ട്രൈ ചെയ്താൽ മതി. അല്ലാതെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ ആദ്യം ഞാൻ മണപ്പിച്ചപ്പോൾ എനിക്ക് കോഫി ഫ്ലേവറാണ് വന്നത്. പക്ഷേ ആ ഒരു കോഫിയുടെ സ്മെല്ലാണ് വന്നത്. പിന്നീട് അടുത്തോട്ട് വന്നപ്പോഴത്തേക്കും മുട്ടയുടെ നല്ല സ്മെല്ലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുവച്ച് സെറ്റാക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. അപ്പോൾ അത് അടിപൊളിയാണ് നമുക്കിങ്ങനെ മുഖത്ത് തൊടുമ്പം തന്നെ. അത് കഴിഞ്ഞ് പക്ഷെ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. പിന്നീട് എനിക്ക് മുഖത്ത് ഇടുമ്പോഴെല്ലാം ഞാൻ വിചാരിച്ചു മുട്ടയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറി ഒരു ടവലൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ എനിക്ക് നല്ല കോഫിയുടെ മണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ഞാൻ ഇത് ഫേസിലൊന്ന് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ടിഷ്യൂ ഒട്ടിച്ചത്. അപ്പം കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിരിക്കും. ഞാൻ ഈ കണ്ണിൻ്റെ താഴെയൊക്കെ ചേർത്താണ് ഇട്ടത്. കാരണം എനിക്ക് കണ്ണിൻ്റെ താഴെ കറുപ്പ് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ മാറുന്നെങ്കിൽ മാറട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. എനിക്കിത് ചെയ്യുമ്പം ഇത് ഫ്ലോപ്പ് ആവുമോ അല്ലെങ്കിൽ സക്സസ് ആവുമോ എന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും അപ്ലൈ ചെയ്യുന്നു, അപ്പം എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. പിന്നെ കണ്ണിനകത്തോട്ട് മാത്രം പോകാതെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നാൽ മാത്രം മതി. ഇത് നമുക്കിങ്ങനെ ഒട്ടിച്ച് വെക്കാനും ഒരു പാടുമില്ല. കണ്ടോ, അതായത് ഇതിങ്ങനെ വെക്കുമ്പം തന്നെ നമ്മൾ ഇങ്ങനെ അതിനകത്തങ്ങ് മെൽറ്റായി പോകുന്ന പോലെ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ നമ്മൾ മുഖത്തിങ്ങനെ നമുക്ക് ഇത് ബോറൊന്നും അടിക്കത്തൊന്നുമില്ല കേട്ടോ. ഒരു ആർട്ടൊക്കെ ചെയ്ത പോലെ തന്നെ ഫീൽ ചെയ്യും. കണ്ടോ, മുഖമൊക്കെ ഒരു അന്യഗ്രഹ ജീവിയെ പോലെ ആവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ മൂക്ക് ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കണം. കാരണം ഇത് നമ്മളെ ഹെഡ്സ്, എനിക്ക് ബ്ലാക്ക് ഹെഡ്സിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. കാരണം എൻ്റെ ഫേസിൽ അങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് അധികം ഉണ്ടാവാറില്ല. വൈറ്റ് ഹെഡ്സിന് നന്നായിട്ട് പോകും. എനിക്ക് ഈ മൂക്കിൽ അത്യാവശ്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടില്ല, എന്നാലും വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൂക്കിൻ്റെ ആ ഒരു ഇടഭാഗമൊക്കെ നല്ല രീതിയിൽ ഒട്ടിച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ കോട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പിന്നെ നമ്മൾ കഴുത്തിലും നമ്മൾ എന്ത് പാക്കിട്ടാലും നമ്മുടെ കഴുത്തിലും ഇടണമല്ലോ. അപ്പം ഞാൻ കഴുത്തിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴുത്തിലിടാൻ വേണ്ടിയിട്ട് ഇച്ചിരി പാടായിരുന്നു. കാരണം ഇതിങ്ങനെ ഒലിച്ചിറങ്ങും. നമുക്കൊരു ബ്രഷ് ഇതിന് അത്യാവശ്യമാണ് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. നമ്മൾ കൈവച്ചൊന്നും അപ്ലൈ ചെയ്ത് ഇത് അത്ര അങ്ങോട്ട് ആവില്ല. ബ്രഷ് ആവുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ചെയ്ത ശേഷം മാത്രമേ നമ്മളിത് റിമൂവ് ചെയ്യാവൂ. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രയോജനം ഒന്നും കിട്ടില്ല. കാരണം ഹെഡ്സും നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ എല്ലാ നമ്മൾ ഹെയർസും റിമൂവ് ആവില്ല. എന്നാലും തരക്കേടില്ലാത്ത രീതിയിലൊക്കെ അതിനകത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് വരുന്നുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ നമ്മൾ ഡ്രൈ ആക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിക്കണം. അതിന് കുറച്ച് സമയം എടുക്കും. എനിക്കൊരു ഏകദേശം 1 hour എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ റൂമെല്ലാം തൂത്ത് പാത്രമൊക്കെ കഴുകി വെച്ചൊക്കെ കഴിഞ്ഞിട്ടാണ്. അത്യാവശ്യം ഫാൻ്റെ അടിയിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം പെട്ടെന്ന് അങ്ങ് ഇത് ഡ്രൈ ആയി കിട്ടിക്കോളും. ഇത് ഇളക്കാൻ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കിങ്ങനെ വലിയുമ്പോൾ നമ്മളെ ഹെയർ വലിയുന്ന ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അല്ലാതെ വേദന കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കണ്ടോ, ഞാൻ ഞെട്ടിപ്പോയി. നല്ല കരിവാളിപ്പ് എന്ന് വെച്ചാൽ നല്ല കരിവാളിപ്പ് ഉണ്ടായിരുന്നു. ടാൻ അടിച്ച് പണ്ടാരം അടങ്ങിയിരിക്കുമായിരുന്നു. എനിക്ക് നമ്മൾ പാർലറിലൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുമല്ലോ ആ ഒരു ഫീലാണ് എനിക്ക് പെട്ടെന്ന്. നമുക്ക് വലിയ പണിയും ഇല്ല, വലിയ പൈസ മുടക്കും ഇല്ല. നമ്മൾ പാർലറിലൊക്കെ പോയി സാധാ ഒരു നോർമൽ ഫേഷ്യൽ ചെയ്യുമ്പോൾ തന്നെ 800 അങ്ങനെ അത്രയാവും. ഇതെന്ന് വെച്ചാൽ നമുക്ക് അത്രയും മുതൽ മുടക്ക് പോലും ഇല്ല. നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് തേച്ച് വെച്ചിട്ട് നമ്മൾ പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സെറ്റായി കിട്ടുകയും ചെയ്യും. കണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് ബാക്കി വന്നത് ഞാൻ വീണ്ടും ഫ്രിഡ്ജിലോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. എനിക്ക് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഭയങ്കര പാടൊന്നുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ടാറ്റാ ബൈ.